തുടർച്ചയായ രണ്ടാം വട്ടവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UDSF മുന്നണി അടിസ്ഥാനത്തിൽ MSFന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ അത്യുജ്വലമായിട്ടുള്ള വിജയം നമ്മൾ നേടിയിരിക്കുകയാണ്. ഇത് കേരളത്തിലെ വിദ്യാർത്ഥി വിരുദ്ധമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. കേരളത്തിലെ വിദ്യാർത്ഥി വിരുദ്ധമായി മുന്നോട്ട് പോകുന്ന SFIക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. ഇത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ വിജയിച്ചു കയറിയതിലും ഇരട്ടി വോട്ടുകൾക്ക് ഇത്തവണ UDSFന്റെ മുന്നണി കാലിക്കറ്റ് സർവകലാശാലയിൽ വിജയിച്ചു കയറുമ്പോൾ, കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയിൽ വിജയിച്ചു കയറുമ്പോൾ ഇത് 2026ലേക്ക് നടന്നു നീങ്ങുകയാണ്. UDF വലിയ ഭൂരിപക്ഷത്തിൽ 2026 അധികാരത്തിലേക്ക് കയറി വരുന്നതിന്റെ ഒരു ശുഭസൂചനയായി ഈ വിജയത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തവണ കാലിക്കറ്റ് സർവകലാശാല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയാണ്. ആ സർവകലാശാലയുടെ ഭരണം MSFും KSUവും UDSF മുന്നണിയായി തിരിച്ചു പിടിക്കുമ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 50 അടിച്ചിട്ടാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ ഇത്തവണ മുഴുവൻ സീറ്റിലും സെഞ്ചുറി അടിച്ച് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ വളരെ അടിവരയിട്ട് പറയുകയാണ്, കേരളത്തിലെ ഗവർണർ ആർലേക്കറും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും കൂട്ടുകച്ചവടത്തിന് കുടപിടിക്കാൻ SFI തയ്യാറായാൽ വിദ്യാർത്ഥികൾ കൂടെ ഉണ്ടാവില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിലെ പുതിയ തലമുറ അവർ ഈ സർക്കാരിനെതിരാണ്, ഈ സർക്കാരിന് വിരുദ്ധമായ മനസ്സുമായി അവർ നിൽക്കുകയാണ്. 2026 വരുമ്പോൾ കേരളത്തിന്റെ വോട്ടർ പട്ടികയിൽ 30% യുവാക്കളാണെങ്കിൽ ആ യുവാക്കൾ മുഴുവൻ, വിദ്യാർത്ഥികൾ മുഴുവൻ ഈ സർക്കാരിനെതിരായി വോട്ട് ചെയ്യുന്നു എന്നതിന്റെ സൂചനയാണ് ഈ റിസൾട്ട് എന്ന് ചേർത്ത് വെക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ആണിയടിക്കലിന്റെ തുടക്കമാണ് MSFും KSUവും ഈ സർവകലാശാലയുടെ തിരിമുറ്റത്ത് ചെയ്തത് എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്.